31-ാം അധ്യായം ലുക്മാൻ 14-ാം വചനത്തിൽ പറയുന്നു, മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിനുമേൽ ക്ഷീണമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടന്നത്. അവന്റെ മുലകൊടി നിർത്തുന്നതുമാവട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ. എന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. വിശുദ്ധ ഖുർആനിൽ 46-ാം അധ്യായം അഹ്കാഫ് 15-ാം വചനത്തിൽ പറയുന്നു, നിന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യനോട് അനുശാസിച്ചിരിക്കുന്നു. അവന്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു മാജയിലും മുസ്നദ് അഹ്മദ് വാള്യം 3 പേജ് 429 ഹദീസ് 10538 പറയുന്നു, മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം. മാതാവ് നടക്കുമ്പോൾ കാലിനടിയിൽ സ്വർഗം കാണുമെന്നല്ല അതിനർത്ഥം താങ്കൾ മാതാവിനെ സ്നേഹിച്ചാൽ, താങ്കൾ മാതാവിനെ ആദരിച്ചാൽ, താങ്കൾ മാതാവിന് നന്മ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരി വോള്യം 8 കിതാബുൽ അദബ് അധ്യായം 2-ാമത്തെ ഹദീസിൽ പറയുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ജനങ്ങളിൽ ആരോടാണ് ഞാൻ ഏറ്റവും നന്നായി വർത്തിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ മാതാവിനോട്. അയാൾ ചോദിച്ചു, പിന്നെ ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ മാതാവിനോട്. അയാൾ മൂന്നാമതും പിന്നെ ആരോടാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ മാതാവിനോട്. അയാൾ വീണ്ടും പിന്നെ ആരോടെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിനോടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട പ്രവാചകൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൽ 75% ഉമ്മയോടാണ്, 25% പിതാവിനോട്. 4-ൽ 3 മാതാവിനും 4-ൽ 1 പിതാവിനോടുമാകുന്നു. ചുരുക്കത്തിൽ മാതാവിന് സ്വർണ്ണ മെഡലും വെള്ളി മെഡലും ഓട് മെഡലും ലഭിക്കുന്നു, പിതാവിന് പ്രോത്സാഹന സമ്മാനം ലഭിക്കുന്നു. ഇസ്ലാമിൽ ഒരാളുടെ മരണശേഷം അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് കുടുംബത്തിന് അനന്തരാവകാശം നൽകുന്നു. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 11-12 വചനങ്ങളിൽ പറയുന്നു, നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. ആണിന് 2 പെണ്ണിന്റേതിന് തുല്യമായ ഓഹരിയാണുള്ളത്. ഇനി 2-ലധികം പെൺമക്കളാണുള്ളതെങ്കിൽ മരിച്ചയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 3-ൽ 2 ഭാഗമാണ് അവർക്കുള്ളത്. ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് പകുതിയാണുള്ളത്. മരിച്ച ആൾക്ക് സന്താനമുണ്ടെങ്കിൽ അയാളുടെ മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും അയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 6-ൽ 1 വീതമുണ്ടായിരിക്കുന്നു. ഇനി അയാൾക്ക് സന്താനമില്ലാതിരിക്കുകയും മാതാപിതാക്കൾ അയാളുടെ അനന്തരാവകാശികളായിരിക്കുകയുമാണെങ്കിൽ അയാളുടെ മാതാവിന് 3-ൽ 1 ഭാഗമുണ്ടായിരിക്കും. ഇനി അയാൾക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നാൽ അയാളുടെ മാതാവിന് 6-ൽ 1 ഉണ്ടായിരിക്കും. അവർ ചെയ്യുന്ന വസീയത്തും കടവുമുണ്ടെങ്കിൽ അത് കിഴിച്ചാണ്. നിങ്ങളുടെ ഭാര്യമാർക്ക് സന്താനമില്ലാത്ത പക്ഷം അവർ വിട്ടേച്ചു പോയ ധനത്തിന്റെ പകുതി നിങ്ങൾക്കാകുന്നു. ഇനി അവർക്ക് സന്താനമുണ്ടായിരുന്നാൽ അവർ വിട്ടേച്ചു പോയതിന്റെ 4-ൽ 1 നിങ്ങൾക്കായിരിക്കും. അവർ ചെയ്യുന്ന വസീയത്തും കടവുമുണ്ടെങ്കിൽ അതും കിഴിച്ചാണ്. നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോയ ധനത്തിൽ നിന്ന് 4-ൽ 1 അവർക്ക് ഭാര്യമാർക്കുള്ളത്. ഇനി നിങ്ങൾക്ക് സന്താനമുണ്ടായിരുന്നാൽ നിങ്ങൾ വിട്ടേച്ചു പോയതിൽ നിന്ന് 8-ൽ 1 അവർക്കുള്ളത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പകുതി അനന്തരാവകാശം നൽകുന്നതെന്ന് സാധാരണയായി ആക്ഷേപിക്കുന്നവരുണ്ട്. മക്കളുണ്ടെങ്കിൽ 2 ആൾക്കും തുല്യമായി ലഭിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. സന്താനമില്ലെന്ന് വിചാരിക്കുക, ഒരു സ്ത്രീ മരിക്കുന്നു, അവർക്ക് സന്താനങ്ങളില്ല. ഭർത്താവിന് പകുതി ലഭിക്കും, പിതാവിന് 6-ൽ 1 ലഭിക്കും, മാതാവിന് 3-ൽ 1 ലഭിക്കും. അതായത് മാതാവിന് പിതാവിന്റെ ഇരട്ടി ലഭിക്കുന്നു, പിതാവിന്റെ ഇരട്ടി മാതാവിന് ലഭിക്കുന്നു. സ്ത്രീകൾക്ക് ഇരട്ടി ലഭിക്കുന്ന വേറെയും സന്ദർഭങ്ങളുണ്ട്. അധിക കേസിലും പുരുഷന്റെ പകുതിയാണ് സ്ത്രീക്ക് ലഭിക്കുന്നത് എന്ന് അംഗീകരിക്കുന്നു. കാരണം ഇതാണ്, ഇസ്ലാമിൽ സാമ്പത്തിക ഭാരം പുരുഷന്റെ ചുമലിലായതിനാൽ കരുണാമയനായ ദൈവം പുരുഷന് അധിക ഭാരം നൽകേണ്ടെന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ എല്ലാ ബന്ധുക്കൾക്കും അനന്തരാവകാശം നൽകിയ ശേഷം മക്കൾക്ക് 1,50,000 പൗണ്ട് ബാക്കിയുണ്ടെന്ന് വിചാരിക്കുക. ഒരു മകനും ഒരു മകളുമാണുള്ളത്. മകന് 1,00,000 പൗണ്ടും മകൾക്ക് 50,000 പൗണ്ട് ലഭിക്കുന്നു. 1,00,000 ലഭിച്ചിട്ട് അതിൽ നിന്ന് 80,000 അല്ലെങ്കിൽ 90,000 പൗണ്ട് കുടുംബത്തിനും ബന്ധുക്കൾക്കും വേണ്ടി ചെലവഴിക്കുന്നതാണോ ഇഷ്ടപ്പെടുന്നത്? അതല്ല, 50,000 പൗണ്ട് നിങ്ങൾക്ക് സ്വന്തമായെടുക്കാം. അതിൽ നിന്ന് വസ്ത്രത്തിന് പോലും 1 പൗണ്ടും ചെലവഴിക്കേണ്ടതില്ല. അത് കുടുംബത്തിലെ പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. അതാണോ താങ്കൾ ഇഷ്ടപ്പെടുന്നത്? യഥാർത്ഥത്തിൽ സ്ത്രീക്ക് അനന്തരാവകാശത്തിൽ നല്ലൊരു വിഹിതമാണ് ലഭിക്കുന്നത്. ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ച് എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം നിസായിലെ 135-ാം വചനത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവർ എന്ന നിലയിൽ കണിശമായി നീതി നിലനിർത്തുന്നവരായിരിക്കണം. അത് നിങ്ങൾക്ക് തന്നെയോ
നിങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ എന്നിവർക്ക് പ്രതികൂലമായി തീർന്നാലും ശരി. അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകുന്ന പക്ഷം അള്ളാഹുവിനെ അനുസരിക്കുക. അവൻ ഉന്നതനാണ്. സ്വന്തത്തിന് എതിരിൽ പറയേണ്ടി വന്നാലും, രക്ഷിതാക്കൾക്കെതിരാണെങ്കിലും കുടുംബത്തിനെതിരാണെങ്കിലും അള്ളാഹുവിനുള്ള ആരാധന എല്ലാത്തിനും മീതിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ